ലാ യംലികു ഷൈഅ, ജീവിക്കാനൊന്നും വകയില്ല. പിന്നെ നിങ്ങളും കൂടെ ആകുമ്പോ എങ്ങനെ നിങ്ങളെ പോറ്റാനാണ്? അതുകൊണ്ട് ഫാത്തിമ മുആവിയ വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ വിവാഹം ചെയ്തയക്കുമ്പോ മക്കൾ കയറി ചെല്ലുന്ന വീട്ടില് അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ എന്ന് നോക്കുന്നതിന് വിരോധമില്ല എന്ന് പഠിപ്പിക്കുക കൂടിയാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂൽ ജഹമാണെങ്കിലോ അദ്ദേഹം ഫലാ യളഉ അസ്വാഹു അൻ ആതിഖിഹി, എപ്പോഴും വടിപിടിച്ച് നടക്കുന്ന ആളാ. അയാൾ അടിക്കുന്ന ആളാണ്. പെണ്ണുങ്ങൾ അടിക്കും, ഭാര്യയെ തല്ലാനിടയുണ്ട്. അദ്ദേഹം ഒരു ദേശക്കാരനാ, എപ്പോഴും വടിപിടിച്ച് നടക്കുന്ന ആളാ. ആ അടിക്കുന്ന ആളെ ഫാത്തിമ നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ബിൻതു ഖൈസ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയാപ്പിളയെ തരാം. ആ പുതിയാപ്പിളയാണ് ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ മകൻ, മഹാനായ സെയ്ദ് ബിൻ ഹാരിഥ തങ്ങളുടെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഉസാമ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഉസാമ തങ്ങൾ കറുത്ത ആളായിരുന്നു, തൊലിനിറം കറുത്തിട്ടാണ്. വാപ്പയാണെങ്കിലോ യൂറോപ്യരെ പോലെ വെളുത്തിട്ടാണ്. സെയ്ദ് ബിൻ ഹാരിഥ തങ്ങൾ നന്നായി വെളുത്ത ശരീരമുള്ള ആളാ. മകനാണെങ്കിലോ നല്ല കറുപ്പാണ്. അതിന് വേറെ രസകരമായ ചരിത്രം വേറെയുണ്ട്. ഹബീബിന്റെ മുമ്പിൽ വന്ന് സെയ്ദ് എന്നവര് തന്നെ, പുന്നാര നബിയെ, ഈ വെളുവെളുത്ത ഞാൻ, എന്റെ ഭാര്യയും വെളുത്തവരാണ്, ഉമ്മു ഐമൻ ബറക്ക ബീവി, ഞങ്ങൾക്കുണ്ടായി മകൻ ഇങ്ങനെ കറുപ്പാകുമ്പോ നബി എനിക്കൊരു സംശയം ഇല്ലായികയില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയും മോനും മസ്ജിദിൽ കിടന്നുറങ്ങുമ്പോ ആ കാലുകളിലേക്ക് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, ബഅ്ദുഹാ മിൻ ബഅദ്, ഈ ഉസാമയുടെ മകൻ ഉസാമ സെയ്ദ് ബിൻ ഹാരിഥയുടെ മകൻ തന്നെയാണ് എന്ന് ഹബീബ് വഹി കൊണ്ട് സ്ഥിരീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് സെയ്ദ് എന്നവർക്ക് സമാധാനമായത്. ആളുകൾ പറയാൻ തുടങ്ങി, ഇങ്ങനെ ഉണ്ടാവോ, തീരെ ചേർച്ചയില്ലല്ലോ എന്ന് പറയാൻ തുടങ്ങി. അപ്പോ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്കറിയുമോ, നല്ല വെളുത്ത കുതിരക്കൂട്ടങ്ങൾക്കിടയിൽ കറുത്ത കുതിരകളെ കാണാറില്ലേ? അതെങ്ങനെയാ? ഏതെങ്കിലും ഒരു വഴിക്ക്, ഏതെങ്കിലും വാപ്പ വല്ലിപ്പയിലോ അമ്മാവനിലോ അമ്മായിലോ എവിടെങ്കിലും ഉണ്ടാകും. അങ്ങനെ ചില ജനറ്റിക് ഫീച്ചർ കാരണം ഉണ്ടാകുമല്ലോ. തങ്ങൾ പറഞ്ഞു, അത് തന്നെയാണ് ഉസാമയിലും സംഭവിച്ചത്. അവരുടെ വല്ലിപ്പമാരിലോ അവരുടെ മുൻതലമുറയിലോ കഴിഞ്ഞു പോയവരിൽ കറുത്ത നിറമുള്ളവരുണ്ടായിരിക്കാം, അതുകൊണ്ടാണ് മകൻ ഇങ്ങനെ കറുത്തുപോയത് എന്ന് നബി തങ്ങൾ ഉസാമ തങ്ങളെ സംബന്ധിച്ച് സെയ്ദ് ബിൻ ഹാരിഥ തങ്ങളോട് ഉറപ്പ് കൊടുത്തത് ചരിത്രത്തിൽ വേറെയും അനുഭവം. അൻസാബുകൾ നോക്കുന്ന ഒരു അറാബി വന്നിട്ട് ഉസാമ തങ്ങളുടെയും സെയ്ദ് തങ്ങളുടെയും കാലിലേക്ക് നോക്കിയിട്ട്, ഓ, ഇത് അപ്പയും മോനും ആണല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾക്ക് സന്തോഷമായി. കാരണം തങ്ങളുടെ മുമ്പിൽ വന്ന വിഷയമാണിത്, അത് തങ്ങൾ സ്ഥിരീകരിച്ച വിഷയമാണ്. അത് കാഹിനായൊരു മനുഷ്യൻ കഹാനത്ത് കൊണ്ട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ അറാഫായൊരു മനുഷ്യൻ പറഞ്ഞത് ഒന്നുണ്ടായിട്ടില്ല, തെളിവായതിന്റെ പേരിലല്ല, പക്ഷേ തങ്ങൾ പറഞ്ഞതിന് ശരിവെക്കുന്നതായല്ലോ എന്നതിൽ ഹബീബിന് സന്തോഷമുണ്ടായത് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇരിക്കട്ടെ, സാമതങ്ങളെ പുതിയാപ്പിളയായി കൊടുത്തു മഹദിയായ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹയ്ക്ക്. സാമതങ്ങളുടെ വാപ്പ സെയ്ദ് ബിൻ ഹാരിഥ, സെയ്ദ് തങ്ങൾ വഫാത്തായി കിടക്കുന്നത് മൂത്തയിലാണ്. മൂത്ത എന്നത് ഇന്നത്തെ ജോർഡാനിലാണ്. ജോർഡാനിലെ ഖറഖ് എന്ന് പറയുന്ന അമ്മാനിൽ നിന്ന് 200 കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന സ്ഥലമാണ് മൂത്ത യുദ്ധം നടന്ന സ്ഥലം. അവിടെ മഹാന്മാരായ 3 സ്വഹാബിമാരുടെ മഖാമുകളുണ്ട്. ഒന്ന് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, മറ്റൊന്ന് സെയ്ദ് ബിൻ ഹാരിഥ, പിന്നെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. 3 പേരും അവിടെയാണ്. അവിടേക്ക് പോയ ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ കഴിയും. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയും ഭർത്താവും നല്ലവരാകണം എന്ന് പറഞ്ഞു. നല്ല സൗഹൃദമാണത്. രണ്ടുപേരും ഒരുമിച്ച് പോകുമ്പോ ആ ഒരു സൗഹൃദത്തിന്, ആ ഒരു ദാമ്പത്യ ജീവിതത്തിന് എന്തെന്നില്ലാത്ത സൗരഭ്യമുണ്ടാകും, എന്തെന്നില്ലാത്ത സുഗന്ധമുണ്ടാകും. ഞങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി യുസല്ലി. ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി ജീവിക്കുന്ന 2 പേർ, ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്ന 2 പേർ, റഹിമല്ലാഹു റജുല, ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹബീബിന്റെ പ്രാർത്ഥനയാണ്. അപ്പൊ ഈ പണി ചെയ്യുന്ന ആൾക്ക് റഹ്മത്ത് കിട്ടുമെന്നർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാണ്. റമദാൻ കൂടെ വരെയാണ്. അതുകൊണ്ട് ഈ ഹദീസൊക്കെ നമ്മൾ ഓർത്തു വെക്കുക. റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈൽ ലിയുസല്ലിയ, പാതിരാവിൽ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, ഖിയാമുൽ ലൈലിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പുരുഷൻ അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. എന്തിന്? ഫഅയ്ഖല ഇംറഅതഹു ലിതുസല്ലിയ മഅഹ്, അദ്ദേഹം നിസ്കരിക്കുമ്പോൾ തന്റെ ഭാര്യയും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് തന്റെ ഭാര്യയെ ഉണർത്തിയിട്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഭർത്താവിന് അല്ലാഹുവേ നീ കൂലി നൽകണമേ, റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹിയ നാമത്, ആ പെണ്ണങ്ങാനും ഉറക്കിലേക്ക് വഴുതിപ്പോവുകയാണെങ്കിൽ, നളഹ ഫീ വജ്ഹിഹാ മിനൽ മാ,
അവളെ ഉറക്കത്തിന് എഴുന്നേൽക്കാൻ സഹായിക്കാൻ വേണ്ടി ഒരൽപ്പം വെള്ളമെടുത്ത് കുടഞ്ഞുകൊണ്ടെങ്കിലും ആ പെണ്ണിനെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവിന് റബ്ബേ നീ റഹ്മത്ത് ചെയ്യണമേ. ഹബീബിന്റെ ദുആയാണ്. പിന്നെ പറഞ്ഞു വറഹിമല്ലാഹു റഅതൻ ഖാമത് മിനൽ ലൈൽ ലിതുസല്ലിയ ഫഅയ്ഖലത് സൗജഹാ ലിയുസല്ലിയ മഅഹാ. ഇതുപോലെ നിസ്കരിക്കുന്ന ഒരു ഭാര്യ തന്റെ ഭർത്താവും തന്റെ കൂടെ നിസ്കരിക്കണമെന്ന് വിചാരിച്ച് സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുന്ന പെണ്ണ് തന്റെ ഭർത്താവിനെ ഉണർത്തുകയാണെങ്കിൽ ആ പെണ്ണിനെയും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഫഇൻ ഹുവ നാം, ആ ഭർത്താവ് ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണെങ്കിൽ ഒരൽപ്പം വെള്ളം എടുത്തുകൊണ്ടെങ്കിലും ആ ഭർത്താവിന്റെ മുഖത്ത് തെളിക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിസ്കരിപ്പിക്കുന്ന പെണ്ണിനും അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്യണമേ. ഭർത്താവിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ പെണ്ണുങ്ങൾ, പെണ്ണിനെ കൊണ്ട് നന്നാവുന്ന എത്രയോ ആണുങ്ങൾ. ഈ നന്മയാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ദുനിയാ മതാ വഖൈറു മതാഇഹാ അസ്സൗജതു സ്സാലിഹ. ഈ ലോകം നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന സമ്പാദ്യങ്ങളാണെങ്കിൽ ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സമ്പാദ്യം സ്വാലിഹത്തായ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് വാഹനമില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് കച്ചവടമില്ല, സമ്പത്തില്ല, ഇഷ്ടം പോലെ കാശില്ല, പ്രയാസമാണ്, അതൊന്നും ദുഃഖിക്കേണ്ടതില്ല, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഈ ലോകം ഒരുപാട് സമ്പാദ്യങ്ങളാണ്. ഈ സമ്പാദ്യങ്ങളിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അത് വാഹനമല്ല, കാശല്ല, ആഭരണങ്ങളല്ല, വീടല്ല, കച്ചവടമല്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം ഏതെന്നറിയുമോ? അൽ മർഅതു സ്വാലിഹ. അല്ലാഹുവിലേക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന, പടച്ചവയിലേക്ക് നിങ്ങളെ കൈപിടിച്ചു കൊണ്ട് നടക്കാൻ കഴിയുന്ന സ്വാലിഹത്തായ ഒരു പെണ്ണാണ്, ഒരു ഭാര്യയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഈ ആശയം നോക്കണേ. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പറഞ്ഞ പോലെ സൗരഭ്യമുള്ള സന്തോഷമുള്ള കുടുംബജീവിതം നമ്മുടെ വീടുകളിലൊക്കെ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളും സ്വാലിഹീങ്ങളായ ആണുങ്ങളും ഉണ്ടാകുന്ന ഒരു സുഹൃതം ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. എന്തുകൊണ്ടെന്നറിയോ? രണ്ട് നല്ല മനുഷ്യർ അല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല മനുഷ്യന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കുമ്പോ ആ സുഹബത്തിൽ നിന്ന് അല്ലാഹു ചില നന്മകളെ ഉണ്ടാക്കി തരും. അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാരെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? സ്വഹാബിമാർ ആരുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് ഈ മഹത്വം കിട്ടിയത്? ആരാണ് സ്വഹാബി? മൻ സ്വഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ വലൗ ലഹ്ളതൻ. ഒരു സെക്കൻഡ് നേരമെങ്കിലും ഹബീബായ നബി തങ്ങളുടെ കൂടെ മുഅ്മിനായി സഹവസിച്ച ആളുകളൊക്കെ സ്വഹാബിയും സ്വഹാബിയത്തുമാണ്. ചെറിയ കുട്ടികൾ വരെ സ്വഹാബികളുണ്ട്. ചെറിയ കുട്ടികൾ അവരൊക്കെ സ്വഹാബി എന്നാ പറയാ. എന്തേ? ഹബീബിന്റെ കൂടെ ജീവിച്ചു എന്നതുകൊണ്ട്. ഹബീബിന്റെ കൂടെ ഒരു സെക്കൻഡ് ചെലവഴിച്ചതിന്റെ പേരിൽ. അവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഹബീബിന്റെ കൂടെ സമയം ചെലവഴിച്ച സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രക്ക് തങ്ങളുടെ കൂടെ യാത്രയിലുണ്ട്. 6 ഥൗർ ഗുഹയിലുണ്ട്. അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. ആരാണോ ഹബീബിന്റെ സാഹിബുഹു ഫിൽ ഗാർ, അവരാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സമ്പത്ത് മുഴുവൻ ഹബീബിന് വേണ്ടി ചെലവഴിച്ചവർ. ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞു വന്ന് ഹബീബായ നബി തങ്ങൾ ആകാശ ലോകങ്ങളിൽ പോയ കാര്യം മക്കക്കാരോട് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവരോട് ചെന്നു സിദ്ദീഖ് തങ്ങളോട് കാര്യം പറയാൻ. അവർ പറഞ്ഞു, സിദ്ദീഖേ, ഞങ്ങൾ പറയാറില്ലയോ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണ് എന്ന്? മഅദല്ലാഹ്. ഇന്നലെ പറയുകയാണത്രേ ഇസ്രാ ചെയ്തുവെന്ന്, ബൈത്തുൽ മുഖദ്ദസിൽ പോയെന്ന്, അവിടെ നിന്ന് 7 ആകാശങ്ങളും കഴിഞ്ഞ് അതിനപ്പുറവും കഴിഞ്ഞ് തിരിച്ചു വന്നത്രേ ഇന്നലെ രാത്രിയിൽ. ഇമാതിരി വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണോ സിദ്ദീഖേ നിന്റെ കൂട്ടുകാരൻ എന്ന് ചോദിച്ചപ്പോഴാണ് അവഖാല ലകും ദാക്, എന്റെ റസൂൽ നിങ്ങളോടത് പറഞ്ഞോ? അവര് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഇൻ കാന ഖാലഹാ ഫഖദ് സദഖ്,
ഹബീബത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, അത് സത്യമാണ്, അത് സത്യമാണ്. ഫസുമ്മിയ സുദ്ദീഖ. അവിടെ മുതലാണ് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ എന്ന് പറയുന്ന ഈ സ്വഹാബി റളിയല്ലാഹു അൻഹു സുദ്ദീഖ് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഈ സംഭവം ശരിവെച്ചതിന്റെ ശേഷമാണ്. അതുമാത്രമോ, ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തുലാസിന്റെ തട്ടിലും സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മാത്രം മറ്റേ തട്ടിലും കൊണ്ടുപോയി വെച്ചാൽ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഭാരം തൂങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഹബീബായ നബി തങ്ങളുടെ കൂടെ ഏറ്റവും കൂടുതൽ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചത് കൊണ്ടാണ്. ഹബീബിന്റെ സുഹ്ബത്തിന്റെ വെളിച്ചമാണത്, ഹബീബിന്റെ സുഹ്ബത്തിന്റെ മഹത്വമാണത്. പുണ്യ നബി തങ്ങൾ ഒരു കഥ പറയുന്നു. അന്ന റജുലൻ കാന യഹ്റുതു അലാ ബഖറ. ഒരു മനുഷ്യൻ ഒരു പശുവിന്റെ പുറത്ത് കയറിയിട്ട് അദ്ദേഹം തന്റെ കൃഷിയിടത്തിൽ കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൽതഫതത ഇലൈഹി. ആ പശുവിന്റെ പുറത്ത് കയറാൻ യാത്ര ചെയ്യാനുള്ളതല്ല പശു എന്ന് പറയുന്നത്. ആ ഒരു പാവമൃഗത്തിന്റെ പുറത്ത് യാത്ര ചെയ്യാനുള്ളതല്ല. ഫൽതഫതത ഇലൈഹി. തന്റെ പുറത്ത് കൃഷിയിടം കിളക്കാൻ വേണ്ടി തന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഉടമസ്ഥനോട് ആ പശു പറഞ്ഞത്രേ, മാ ഖുലിഖ്തു ലിഹാദാ. എന്നെ അല്ലാഹു പടച്ചത് എന്റെ പുറത്ത് യാത്ര ചെയ്യാനല്ല എന്ന് ആ പശു സംസാരിച്ചു എന്ന് പറയുന്ന ചരിത്രം. ഇത് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. സ്വഹീഹ് മുസ്ലിമിലുണ്ട്. മുത്തഫഖ് അലൈഹി ഹദീസാണ്. പശു സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, കൂടെയുള്ള ചില ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തതകല്ലമു ബഖറ. ഒരു പശു സംസാരിക്കുകയോ? അത്ഭുതപ്പെട്ടു. അവർക്ക് എന്തോ ഒരു കൗതുകം പോലെ, ഇതെന്തോ സംഭവിക്കുമോ എന്ന തോന്നല്. അപ്പോഴാണ് ഹബീബാ നബി തങ്ങൾ പറഞ്ഞത്, ലാകിന്നി ഊമിനു ബിദാലിക് അന വ അബൂബക്കറിൻ വ ഉമർ. എന്നാൽ ഞാനത് വിശ്വസിച്ചു, എന്റെ അബൂബക്കറും വിശ്വസിച്ചു, എന്റെ ഉമറും വിശ്വസിച്ചു എന്ന് രണ്ടുപേരും അവിടെ ഇല്ലാതിരിക്കെ തന്നെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രമേൽ ഈമാനിന്റെ ഖനമുള്ള ഈമാനുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സ്വഹാബിമാരുടെ ഈമാനിന് പ്രത്യേകതയുണ്ട്. അവർക്ക് ലഭിച്ച പോലെയുള്ള ആത്മീയമായ വെളിച്ചം താബിഈങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കുക സാധ്യവുമല്ല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂലിനെ കാണുകയോ ഹബീബിന്റെ പരിസരത്തിരിക്കാൻ കഴിയുകയോ ചെയ്യുന്നതിനേക്കാളും വലിയ മഹത്വം ഒരു സ്വഹാബിക്ക് ലഭിച്ചതുപോലെ മറ്റൊരാൾക്കും ലഭിക്കുകയുമില്ല. ഹബീബിന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബിമാർ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നകൂനു ഇൻദക, ഞങ്ങൾ അങ്ങയുടെ അരികത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഫനകൂനു അലാ മാ തറാ, നബിയേ ഞങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഈമാൻ വരുന്നുണ്ട് നബിയേ. ഞങ്ങൾ സ്വർഗം കണ്ണിൽ കാണുന്ന പോലെ, നരകം കൺമുമ്പിൽ കാണുന്ന പോലെ, ഹിസാബ് നടക്കുന്ന പോലെ, അല്ലാഹുവിനെ കാണുന്ന പോലെ. പുണ്യ നബിയേ, അങ്ങയുടെ അരികത്ത് നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയാൽ ഫഇദാ റജഅനാ ഇലാ ബുയൂതിനാ ആഫസ്ന النساء على الفرش, ഞങ്ങളുടെ ഭാര്യമാരൊത്ത് ഞങ്ങൾ കിടപ്പറകൾ പങ്കിടുകയും ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ഒരു മനസ്സിന്റെ അവസ്ഥ ഞങ്ങൾക്ക് വരുന്നില്ല നബിയേ. ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ അങ്ങയുടെ മജ്ലിസിൽ ഇരിക്കുന്ന പോലെ ഞങ്ങളുടെ മനസ്സ് തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലേ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാ ഹബീബാ നബി തങ്ങൾ പറയുന്നത്, പുണ്യനബി തങ്ങളുടെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ മഹത്വം നമ്മൾ ആലോചിച്ചു നോക്കൂ. ലൗ തദൂമൂന അലാ മാ തകൂനൂന അലൈഹി ലസ്വാഫഹതുകുമുൽ മലായികതു അല തുറുഖാത്ത് വലാകിൻ സാഅതും വസാഅ. സ്വഹാബികളെ, നിങ്ങൾക്കറിയുമോ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ആ മനസ്സോടുകൂടെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മക്കളോടൊപ്പവും നിങ്ങളുടെ മനസ്സെങ്കിൽ നിങ്ങൾ പോകുന്ന വഴികളിൽ അല്ലാഹുവിന്റെ മാലാഖമാർ നിങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുമായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുന്ന പോലെ നിങ്ങൾക്ക് മനസ്സ് വരികയാണെങ്കിൽ, നിങ്ങൾ ആത്മീയമായ റുഹാനിയായ ആധ്യാത്മികമായ ആ ഒരു വെളിച്ചം നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, അള്ളാന്റെ മലക്കുകൾ വന്ന് കൈപിടിച്ച് സലാം പറയുമായിരുന്നു. വലാകിൻ സാഅതും വസാഅ. എന്നാൽ ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും, പരലോകത്തിന്റെ ചിന്തകൾ വരും. അത് മാറി മാറി വരുന്നത് സ്വാഭാവികമാണ്, നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ എങ്ങാനും അല്ലായിരുന്നുവെങ്കിൽ എന്റെ സദസ്സിൽ ഇരുന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്ന പോലെയാണ് എല്ലാ സമയവും നിങ്ങളുടെ മനസ്സെങ്കിൽ, അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ കൈപിടിച്ച് സലാം പറയുമായിരുന്നു. മലക്കുകൾ സലാം പറഞ്ഞിരുന്ന സ്വഹാബിമാരുണ്ട്, അത് കെട്ടവരുണ്ട്. അവരിൽപ്പെട്ട മഹാനാണ് ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു.
കാന ഇദാ ഇസ്തൈഖദ മിൻ നൗമിഹി മഹാനായ ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ എഴുന്നേറ്റാൽ സല്ലമ അലൈഹി സാഹിബുൽ യമീൻ, ചുമലിൽ കിടക്കുന്ന വലത് ചുമലിൽ കിടക്കുന്ന മാലാഖ അസ്സലാമു അലൈക്കും യാ ഇമ്രാൻ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈനെ, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് അസ്സലാമു അലൈക്കും എന്ന് സാഹിബുൽ യമീൻ പറയും. വസല്ലമ അലൈഹി സാഹിബുൽ ശിമാൽ, ഇടത് ചുമലിൽ കിടക്കുന്ന അസീദ് അലൈഹിസ്സലാം അസ്സലാമു അലൈക്കും എന്ന് മഹാനവറുകളോട് സലാം പറയുമായിരുന്നു. അസുഖബാധിതനായി കിടക്കുന്ന സമയമായിരുന്നു അത്. പിന്നെ മഹാനവറുകൾ കൈ എന്ന് പറയുന്ന ചൂട് വെക്കുന്ന ഒരു ചികിത്സ ചെയ്തു. ആ ചികിത്സ ചെയ്തതിന് ശേഷം മഹാനവറുകൾക്ക് ഈ ഭാഗ്യം ലഭിച്ചില്ല. പിന്നെ മലക്കുകൾ വരുന്നില്ല. പിന്നെ ആ ഒരു കൈ തീ വെച്ച് അല്ലെങ്കിൽ ചൂട് വെച്ച് ചികിത്സിച്ചതിന്റെ ആ വേദനയൊക്കെ മാറിപ്പോയതിനു ശേഷം അല്ലാഹുവിന്റെ മലക്കുകൾ തിരിച്ചു വന്നുവെന്നും ആ മാലാഖമാരുടെ സലാം ഉറക്കത്തിന് എഴുന്നേറ്റ ഉടനെ 2 സലാം മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു. ഒന്ന് വലതു ഭാഗത്തുള്ള മലക്ക് അസ്സലാമു അലൈക്കും എന്ന് പറയും, മറ്റേത് ഇടത് ചുമലിലുള്ള മലക്കും മഹാനവറുകളോട് സലാം പറയും. ഇങ്ങനെ സലാമുകൾ മലക്കുകളിൽ നിന്ന് കേട്ട ആളുകൾ ഹബീബാ നബി തങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ച മറ്റൊരു സ്വഹാബിയാണ് ഹബീബിന്റെ സ്വഹിബായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തങ്ങൾക്ക് വഹി വരുമ്പോ, വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോ കൂടെയുള്ള സ്വഹാബിമാർക്ക് കേൾക്കാൻ കഴിയാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹു കാന യസ്മഉ മിത്ല ദവിയിൻ നഹ്ലി, തേനീച്ചകളുടെ ഇരമ്പൽ പോലെ, തേനീച്ചകളുടെ മൂളക്കം പോലെയുള്ള ശബ്ദം ഹബീബിന്റെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുമായിരുന്നു. വലാ യസ്മഉ ദാലിക ഗൈറുഹു മിനൽ ഹാദിരീൻ ഫിൽ ഗാലിബ്, സാധാരണഗതിയിൽ കൂടെ ഇരിക്കുന്ന മറ്റൊരാൾക്കും കേൾക്കാൻ കഴിയാത്ത വിധം ഉമർ റളിയല്ലാഹു അൻഹുവിന് മാത്രം വഹയിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നുവത്രേ. എന്തുകൊണ്ട്? ആ ഹൃദയത്തിന്റെ വിശാലത, ആ ഹൃദയത്തിന്റെ മഹത്വം എവിടെ നിന്ന് കിട്ടി? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സമയം ചെലവഴിച്ചതിന്റെ പേരിൽ, ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നതിന്റെ പേരിൽ. അതുകൊണ്ട് ഇൽമിന്റെ മജ്ലിസിന് മഹത്വമുണ്ട്. ഈ സദസ്സ് നമ്മൾ ഇരിക്കുമ്പോഴേ, ഏത് മജ്ലിസിലാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇൽമിന്റെ മജ്ലിസുകൾക്ക് മഹത്വമുണ്ട് മുഅ്മിനെ. അതുകൊണ്ട് അല്ലാഹു നൽകുന്ന ഒരു ബറക്കത്തുണ്ട്. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോ അവിടുത്തെ മകൻ യഹ്യ ബിൻ ഉസൈദ് എന്നവര് കിടക്കുന്ന നേരം തൊട്ടരികത്ത് കെട്ടിയിട്ടിരുന്ന മഹാനവറുകളുടെ കുതിര ചാടുന്നത് കണ്ടു. ഉസൈദ് ബിൻ ഹുദൈർ എന്നവര് ചാടിക്കളിക്കാൻ മേലോട്ട് നോക്കുന്നുണ്ട്. പുറത്തിറങ്ങി നോക്കി, ഒന്നും കാണുന്നില്ല. വീണ്ടും ഖുർആൻ പാരായണം ചെയ്തു. വീണ്ടും മഹാനവറുകൾ ഈ കുതിര ഇങ്ങനെ ചാടുകയാണ്. തന്റെ കുഞ്ഞിന്റെ മീതെ കുതിര ചവിട്ടുമോ എന്ന് പേടിച്ചു. അങ്ങനെ പുറത്തിറങ്ങി നോക്കുമ്പോൾ മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ പാരായണം കേൾക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മാലാഖമാർ വിളക്കുകൾ കത്തിച്ചു വെച്ചതുപോലെയുള്ള മേഘപടലമാണ് കണ്ടത്. തിൽക്കൽ മലായികതു നസലത് തനസ്സലത് തസ്തമിഉ الذിക്റ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിൽക്കൽ മലായികതു, അത് അല്ലാഹുവിന്റെ മലക്കുകളാണ്. തനസ്സലത്, അവർ ഇറങ്ങി വന്നു. തസ്തമിഉ الذിക്ർ, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ഇറങ്ങി വന്ന മലക്കുകളായിരുന്നു അത്. ഫവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഉസൈദ് ബിൻ ഹുദൈർ എന്നവരെ, നിങ്ങളെങ്ങാനും ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നേരം പുലരുവോളം നിർത്താതെ ഓതുകയായിരുന്നുവെങ്കിൽ മദീനയിലൂടെ നടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും ആ മേഘത്തിലൂടെ ഇറങ്ങി വന്ന മലക്കുകളെ കാണാൻ കഴിയുമായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമുണ്ടായി സ്വഹാബികൾക്ക്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. അവരിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ആളുകളാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ എന്നവരും അലിയാർ തങ്ങളും. ഇവർക്ക് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോ മഹാനവറുകളെ കാണുമ്പോൾ ദിഹ്യത്തുൽ കൽബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിൽ കാണാൻ കഴിയുമായിരുന്നു. വേറെ സ്വഹാബിമാർ കാണുന്നവരുണ്ട്, കാണാത്തവരും ആ സദസ്സിലുണ്ട്. ഏറ്റവും കൂടുതൽ ഹബീബിന്റെ കൂടെ സമയം ചെലവഴിച്ച ആളുകളാണ് ഇവരെ. അവർക്ക് കാണാൻ കഴിയും. ദിഹ്യ സ്വഹാബിന്റെ പേരാണ്. സ്വഹാബികളിൽ നല്ല കാണാൻ ഭംഗിയുള്ള സ്വഹാബിയാണ് ദിഹ്യ റളിയല്ലാഹു അൻഹു. ബനി കിലാബ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് ദിഹ്യത്തുൽ കൽബി എന്നാണ് അറിയപ്പെടുക.
മഹാനവറുകളുടെ രൂപത്തിൽ ജിബ്രീൽ തങ്ങളെ കാണും. അവർ 2 ദിഹ്യമാരോട് ഇരിക്കുന്നുണ്ട്. ഒന്ന് ജിബ്രീൽ തങ്ങളായിരിക്കും അലൈഹിസ്സലാം. അതാര് കാണും? ഇബ്നു അബ്ബാസ് തങ്ങൾ കാണും, ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ കാണും, അബൂ ഹുറൈറ തങ്ങൾ കാണും. അത്ഭുതം അതല്ല, ഈ മഹാന്മാരുടെ ജീവചരിത്രം പറഞ്ഞെടുത്ത ആലിമീങ്ങൾ പറഞ്ഞൊരു കൗതുകമുള്ള വിഷയമുണ്ട്. ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോ ഈ 3 പേർക്കും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു, പരിപൂർണമായി നഷ്ടപ്പെട്ടു. അതിന് കാരണം പറഞ്ഞത് അള്ളാഹുവിന്റെ മലക്കിനെ ഒരുപാട് കാലം കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാൻ കാരണം എന്നാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അത് ഭൂമിയിലെ പ്രകാശമല്ല, അത് സൂര്യപ്രകാശമല്ല, സവിശേഷമായ പ്രകാശമാണ്. ആ പ്രകാശത്തിന്റെ ഉടമയായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ അവസരമുണ്ടായതിന്റെ പേരിലാണ് മഹാന്മാരായ ഈ സ്വഹാബിമാർക്ക് കണ്ണിന്റെ കാഴ്ച അവസാന കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. أن كف أبصار هؤلاء جميعا في آخر أعمالهم كان بسبب النور الذي يشاهدونه فقد عمي هؤلاء في آخر أعمالهم. ഇവർക്കൊക്കെ ജീവിതത്തിന്റെ അവസാന കാലം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. എന്തേ? അവർ കണ്ട പ്രകാശത്തിന്റെ നേതാവ്, പ്രകാശത്താൽ പടക്കപ്പെട്ട മാലാഖമാരുടെ നേതാവ് അന്നൂർ താം മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ ഭാഗ്യമുണ്ടായതിന്റെ പേരിൽ സുബ്ഹാനല്ലാഹ്, അത്രമേൽ സൗഭാഗ്യമുള്ള ആളുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഹദീസുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടത് ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് ത്വലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി ത്ഥൗബ് വശദീദു സവാദി അശ്ശഅർ ലാ യുറാ അലൈഹി അഥറു സഫർ വലാ യഅരിഫുഹു മിന്നാ അഹദ്. ജിബ്രീൽ തങ്ങളെ കണ്ട കഥ പറയുകയാണ്. നിങ്ങൾ ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോ നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ വന്നു, കറുത്ത മുടിയുള്ള ഒരാൾ. യാത്രയുടെ ഒരടയാളമോ ഒരു പൊടിയോ ചെളിയോ അവരുടെ ദേഹത്ത് കാണുന്നില്ല. ആ ആളെ ഞങ്ങൾ ആർക്കും അറിയുകയുമില്ല. ഹബീബിന്റെ അരികത്ത് വന്ന് കാൽമുട്ട് മടക്കി വെച്ച് ഹബീബിന്റെ കാൽമുട്ടിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഇരുന്നു. ഹബീബിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചതാണ് അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞത്. അഖ്ബിർനി അൻ അമാറാത്തിസ് സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു തരൂ നബിയെ എന്ന് പറഞ്ഞതൊക്കെ. ഈമാൻ എന്താണ്, ഇസ്ലാം എന്താണ്, ഇഹ്സാൻ എന്താണ് എന്നാണ് ഖിയാമത്ത് നാൾ. ഇതൊക്കെ ചോദിച്ച ആ ഒരു മനോഹരമായ ഹദീസ് ജിബ്രീൽ എന്നാണ് ഈ ഹദീസിനെ കുറിച്ച് പറയുന്നത്. ആ സമയം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവും ഏതാനും ചില ആളുകളുമാണ് അന്ന് ജിബ്രീൽ തങ്ങളെ കണ്ടിട്ടുള്ളൂ. എല്ലാ സ്വഹാബിമാരും കണ്ടിട്ടില്ല. ഉമർ തങ്ങളെ കണ്ടു, കുറച്ചാളുകളും കണ്ടു. എന്റെ എല്ലാവരും ഒരുപോലെയല്ല ഹബീബിന്റെ സുഹബത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു സഹവാസം. അതുകൊണ്ട് പള്ളിയിലെ ഉസ്താദുമാർ, നമ്മുടെ ഖതീബുമാർ, മദ്രസയിലെ ഉസ്താദുമാര്, നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്ന ആളുകൾ, സയ്യിദന്മാർ, അവരുമായുള്ള സൗഹൃദം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അവരെ വെറുപ്പിക്കരുത്. അവരുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാക്കുകൾ പറയരുത്. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ അമലുകൾക്ക് താളം തെറ്റും. നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ അത് ബാധിക്കും. ആലിമീങ്ങളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മഹാന്മാരായ ആളുകൾ, സ്വാലിഹീങ്ങളായ ആളുകൾ, ഇൽമിന്റെ ആളുകള്, അത്തരം ആളുകളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് ചെയ്യാനോ പറയാനോ പാടില്ല. എന്തേ? നമ്മുടെ ആഖിറത്ത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് സജ്ജനങ്ങളുടെ കൂടെ നടക്കുക. പുണ്യനബി തങ്ങൾ അവിടുത്തെ സ്വഹാബിമാരെ കുറിച്ച് പറഞ്ഞു, ലാ തസുബ്ബൂ അസ്ഹാബി, എന്റെ സ്വഹാബിമാരെ നിങ്ങളാരും ചീത്ത വിളിക്കരുതേ, ചീത്ത പറയരുതേ. ഫലൗലാ അന്ന അഹദകും അൻഫഖ മിഥല ജബലി ഉഹുദിൻ ദഹബാ, നിങ്ങൾ എത്ര വലിയ അമൽ ചെയ്തവരായിരിക്കട്ടെ, ഉഹുദ് മലയോളം സ്വർണം നിങ്ങൾ അല്ലാഹുവിന് ദാനം ചെയ്തു എന്നിരിക്കട്ടെ, മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫാ, എന്റെ സ്വഹാബിമാർ ചെയ്ത ഒരു മുദ്ദിനോളമോ, നിങ്ങളുടെ പെണ്ണുങ്ങൾ തലയിൽ വെക്കുന്ന ഒരു ചെറിയ സാധനത്തിന് നസീഫ് എന്ന് പറയാം, ചെറിയൊരു ടവല് പോലത്തെ, അതിനോളമോ ആ മുദ്ദിനോളമോ നിങ്ങൾ ചെയ്ത ഉഹദിനോളം വരുന്നത് എന്റെ സ്വഹാബി ചെയ്ത ഒരു മുദ്ദിനോളം എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ അമലുകൾക്ക് കൂലി കൂടുതലാണ്. സ്വഹാബിമാരെ കുറച്ച് ചെയ്താൽ മതി, അവർക്ക് പ്രതിഫലം കൂടുതലാണ്. എന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? നല്ലവരിൽ നല്ലവരായ ഹബീബായ നബി തങ്ങളുടെ കൂടെ നടന്നതിന്റെ പേരിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى. മക്ക വിജയം നടക്കുന്നതിന് മുമ്പ്,
മക്കാ വിജയം കഴിഞ്ഞപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. മക്കാ വിജയത്തിന്റെ മുമ്പ് ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ സംബന്ധിക്കുകയും പുണ്യനബി തങ്ങളുടെ കൂടെ ത്യാഗങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ആളുകളായ മുഹാജിറുകളും അൻസ്വാരികളും ഈ മക്കാ വിജയത്തിന് ശേഷം വന്നവരും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. എല്ലാ സ്വഹാബിമാർക്കും ഹബീബിന്റെ കൂടെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ സഹവസിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഥാനങ്ങളിൽ അവരൊരുപോലെയല്ല. നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട് സ്വഹീഹുൽ ബുഖാരിയിലെ, യഗ്സൂ ഫിആമും മിനൻ നാസ്, ഒരു കൂട്ടം ആളുകൾ യുദ്ധം ചെയ്യാൻ വരും, ഒരു യുദ്ധം നടക്കും. ഫയുഖാൽ, ആ സമയം അവിടെ സൈന്യാധിപന്മാർ വിളിച്ചു ചോദിക്കും, അൽ ഫീകും മൻ റആ മുഹമ്മദാ, നിങ്ങളിൽ ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളെ കണ്ടവരുണ്ടോ ഈ കൂട്ടത്തിൽ? നമ്മുടെ പ്രവർത്തകന്മാരെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വിജയിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യഗ്സൂ ഫിആമും മിനൻ നാസ് ഫയുഖാലു ഹൽ ഫീകും മൻ റആ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൽ, നിങ്ങളിലുണ്ടോ, ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യ നബിയെ കണ്ടവർ നിങ്ങളിലുണ്ടോ? സ്വഹാബിമാരുണ്ടോ എന്ന് ചോദിക്കും. ഫയഖൂലൂന നഅം, അവർ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ഒരു സ്വഹാബിയാണെങ്കിലും മദീന, ആ ഒരു സ്വഹാബിയുടെ ബറക്കത്ത് കൊണ്ട് ആ യുദ്ധത്തിൽ അവർക്ക് വിജയമുണ്ടാകും. താബിഈങ്ങളുടെ കാലത്തും. ثم يغزو فئام من الناس, പിന്നെ താബിഈങ്ങളുടെ കാലത്ത് യുദ്ധം നടക്കും. ഹൽ ഫീകും മൻ റആ മുഹമ്മദാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരുണ്ടോ? സ്വഹാബിയെ കണ്ടവരുണ്ടോ? ഫയുഖാലു നഅം, അപ്പോൾ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, അവർക്ക് അല്ലാഹു വിജയം കൊടുക്കും. താബിഈങ്ങളുടെ കാലം വരും. ثم يغزو فئام من الناس فيقال هل فيكم من رأى محمدا صلى الله عليه وسلم, റസൂലുള്ളാഹിനെ കണ്ടവരുണ്ടോ? താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്നാ ചോദ്യം. തങ്ങളെ കണ്ട സ്വഹാബിമാർ, അവരെ കണ്ട താബിഈകൾ താബിഈങ്ങളെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളിലുണ്ടോ? ഫയഖൂലൂന നഅം, അവർ പറയും ഉണ്ട്. ഫയുഫ്തഹു ലഹും, ആ ബറക്കത്ത് കൊണ്ട് അവർക്ക് അല്ലാഹു യുദ്ധത്തിൽ വിജയം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, നോക്കണേ, തങ്ങളെ കണ്ടു, ആ കണ്ടവരെ കണ്ടു, അവരെ കണ്ടു, ആ കണ്ടവരെ കണ്ടു. ഇതൊക്കെ ബറക്കത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ സിൽസില, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആലിമീങ്ങളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒഴുകിയെത്തുകയാണ്. തങ്ങളിലേക്ക് എത്തുന്നതാണ് ഈ ഉമ്മത്തിന്റെ പണ്ഡിതന്മാരുടെ പാരമ്പര്യം. ആലിമീങ്ങൾ അങ്ങനെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് എത്തുന്ന സിൽസില, ത്വരീഖത്തിന്റെ സിൽസിലയെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? അതിന് തെളിവുണ്ട്. മഹാനായ അബൂ ദാവൂദ് സജിസ്താനി റഹ്മഹുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളിലേക്ക് എത്തുന്ന സിൽസിലയുള്ള മഹാനാണ്. അബൂ ദാവൂദ് സജിസ്താനി തങ്ങളെ സുലൈമാൻ ബിൻ അശ്അത്ത് എന്നാണ് അറിയപ്പെടുക. സാഹിബുസ് സുനൻ, വേറെയും ഒരുപാട് കിതാബുകൾ എഴുതിയ മഹാനവറുകൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കണ്ടുപിടിച്ച ആളാ. അവരുടെ ഷെയ്ഖാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ രീതിയിലൂടെ ആ സ്വഭാവ ഗുണങ്ങളെ മഹാനവറുകളുടെ ജീവിതചര്യയും ഔറാദുകളും കൊണ്ട് നടന്ന മഹാനാണ് അബൂ ദാവൂദ് സജിസ്താനി സുലൈമാൻ ബിൻ അശ്അത്ത് റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ ആണെങ്കിലോ ശാഫിഈ ഇമാമിന്റെ ഉസ്താദായിരുന്ന വക്കീഉ ബിൻ ജറാഹ് തങ്ങളിൽ നിന്നാണ് മഹാനവറുകൾ ആ മാർഗം സ്വീകരിച്ചത്. വക്കീഉ ബിൻ ജറാഹ് തങ്ങൾ പഠിച്ചെടുത്തത് ആരിൽ നിന്നാണ്? സുഫ്യാനു സൗരി തങ്ങളിൽ നിന്നാണ്. സുഫ്യാനു സൗരി തങ്ങളോ മഹാനായ അല്ലാമ മൻസൂർ തങ്ങൾ, മൻസൂർ ബിൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന്. മൻസൂർ ബിൽ മുഅ്തമിർ തങ്ങളാണെങ്കിലോ സുലൈമാൻ ബിൻ മിഹ്റാനുൽ അഅ്മശ്, ഇമാം അഅ്മശ് എന്ന് പറയുന്ന മഹാനിൽ നിന്ന്. അഅ്മശ് എന്നവരോ ഇബ്രാഹിം അൻ-നഖഇയിൽ നിന്ന്. ഇബ്രാഹിം അൻ-നഖഇ എന്നവര് അൽഖമത്തു നഖഇ തങ്ങളിൽ നിന്ന്. അൽഖമ തങ്ങളോ മിൻ ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് തങ്ങളിൽ നിന്ന്. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നവർ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ത്വരീഖത്തിന്റെ സിൽസിലകൾ, ഔലിയാഇന്റെ സിൽസിലകൾ ഇങ്ങനെയാണ്. അത് ലോകത്ത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇൽമു ദിറായ,
ഇൽമു റിവായ എന്ന് പറഞ്ഞ രണ്ട് ഇൽമുകൾ ഉണ്ടാവാൻ കാരണം. റിവായത്തിന്റെ ഇൽമ് ഒരു ശൈഖിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഗുരുനാഥൻ ആരാ? എന്റെ ഗുരുനാഥൻ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ്. മഹാനവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്. ആ തലമുറ കടന്നെത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. നമ്മുടെ മഹത്തുക്കളുടെ ഒരു പാരമ്പര്യമുണ്ട്. സമസ്ത ജമീഅത്തുൽ ഉലമയുടെ മഹത്തുക്കളായ ആലിമീങ്ങൾ ശംസുൽ ഉലമയിലൂടെ കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. അലിയത്ത് ഉസ്താദിന്റെ വഴിക്ക് കടന്നു പോകുന്ന ഒരു സിൽസിലയുണ്ട്. ആ ഒരു വഴി ശരിയാകുമ്പോഴാണ് നമുക്ക് ആ മഹത്തുക്കളുടെ മഹാത്മ്യം അനുഭവിക്കാൻ കഴിയുള്ളൂ. ഒറ്റക്ക് കിതാബ് പഠിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഓതിത്തരാതെ, ഒരു ഗുരുനാഥിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പഠിക്കാതെ നമ്മൾ ഒറ്റയ്ക്ക് വായിച്ചിരുന്ന അറബി പഠിച്ചു. ഇപ്പൊ ഗൂഗിളിനോട് ചോദിക്കാം, അല്ലെ, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിക്കാം. ഇതൊക്കെ അറിവ് കിട്ടും. ഇൽമു കിട്ടണമെങ്കിൽ ശൈഖന്മാരുടെ അടുത്ത് പഠിക്കണം. മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അടുത്തുനിന്ന്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനവറിൽ നിന്ന് 8 വർഷമോ അതിലേറെയോ കിതാബുകൾ ഓതി പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. കൂട്ടുകൂടുള്ള ആൾക്കാർക്കൊക്കെ അവസരമുണ്ടായി. ആ ഒരു ഷെയ്ഖിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അവരവരുടെ ഷെയ്ഖിൽ നിന്ന് അങ്ങനെ കടന്നു പോകുന്ന ഒരു പാരമ്പര്യം. നമ്മുടെ ഉസ്താദുമാർ ദർസെടുത്തും അങ്ങനെയാണ്. നമ്മുടെ മുദരിസുമാർ, അവർക്ക് ഇജാസത്ത് കൊടുത്തൊരു ഗുരുനാഥൻ ഉണ്ടാവും, അവർക്ക് ഇജാസത്ത് കൊടുത്ത മറ്റൊരു ഗുരുനാഥൻ ഉണ്ടാവും. ആ ഒരു സിൽസിലയിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ മാർഗം ശരിയാവുന്നത്. അങ്ങനെ ഒരു ഷെയ്ഖ് ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഒരു മനുഷ്യൻ പറയുന്ന ഹദീത്ത് പണ്ഡിതന്മാരുടെ കാലം അവർ സ്വീകരിക്കൂല എന്നാണ്. ദിറായത്തിന്റെ ഇൽമു എന്നാതിനും പറയാം. ഒരാൾ പഠിച്ചുണ്ടാക്കിയെന്ന്, എന്റെ ഷെയ്ഖ് ആരാണ്, ആരിൽ നിന്നാണ് പഠിച്ചത് എന്ന് ചോദിക്കും. ആരിൽ നിന്നാണ് പഠിച്ചത്? അവരുടെ ഉസ്താദ് ആരാണ്? അവരുടെ ഗുരുനാഥൻ ആരാണ്? അവരുടെ ഷെയ്ഖ് ആരാണ്? ആ പഠനമാണ് സനദിനെ കുറിച്ചുള്ള ഇൽമു എന്ന് പറയുന്നതാണ്. റസൂലുള്ളാഹി ഞങ്ങൾക്ക് എത്തുന്ന ഒരു സനദ് വേണം. തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് അങ്ങനെ പറയാം. തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം തങ്ങളുടെ ഖൗലിന് സനദ് വേണമെങ്കിൽ തങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായ പുണ്യമായ ബറക്കത്തുള്ള അവിടുത്തെ ഷഅർ മുബാറക്ക്, അവിടുത്തെ നഅൽ മുബാറക്, അവിടുത്തെ പരിശുദ്ധമായ ഖമീസ് മുബാറക് എന്തായിരുന്നോട്ടെ സനദ് വേണമെന്നാണ്. ഹബീബിലേക്ക് എത്തിച്ചേരുന്നു. ആർക്ക് കിട്ടി? ആരിൽ നിന്ന് കിട്ടി? സത്യസന്ധരായ ആളുകളിലൂടെ ആണെങ്കിലാണ് ഉമ്മത്ത് സ്വീകരിക്കുള്ളൂ. ആ ഒരു പാരമ്പര്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കിട്ടേണ്ട വലിയൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, മഹാനായ അല്ലമ ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞത്, ഇന്ന ഹാദൽ ഇൽമ ദീൻ ഫൽയൻദുർ അഹദുക്കും അമ്മൻ യഖുദു ദീനഹു. എവിടെങ്കിലും കൊണ്ട് പഠിപ്പിക്കരുതെന്ന, ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്ത് പോയി പഠിപ്പിക്കരുതെന്ന. എങ്ങനെ? ആ ഒരു പാരമ്പര്യത്തിലൂടെ പഠിച്ചു വന്ന ആലിമീങ്ങളുടെ അടുത്താണ് നമ്മുടെ മക്കളെ കൊണ്ടുപോയി പഠിപ്പിക്കേണ്ടത്. എന്തുകൊണ്ട്? ഇന്ന ഹാദൽ അംറ ദീനുൻ, ഇത് ദീനാൻ. ഫൽയൻദുർ അഹദുക്കും അമ്മൻ യഖുദു ദീനഹു, ആരിൽ നിന്നാണ് നിങ്ങൾ ദീൻ പഠിക്കുന്നത് എന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സനദ് വേണമെന്നാണ്. ഈ സനദ് എന്ന് പറയുന്നതാണ് ത്വരീഖത്തിന്റെ വഴി. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളിലേക്ക്, അഷ്റഫുൽ ഖൽഖ് തങ്ങളിലേക്ക് എത്തുന്ന സനദ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലേക്ക് എത്തിച്ചേരുന്ന സനദ്, മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ സിൽസില ഹസനിയും ഹുസൈനിയുമാണ്. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. തങ്ങൾക്ക് ഷരീഫ് എന്നാ പറയാ. അറബ് നാടുകളിലൊക്കെ ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. നമ്മള് തങ്ങൾ എന്ന് പറയും, സയ്യിദ് എന്ന് പറയും. അറബ് നാടുകളിൽ അതറിയപ്പെടണമെങ്കിൽ ഷരീഫ് എന്നാ പറയാ. ഷരീഫ് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്നറിയുള്ളൂ. ഹാദ ഷരീഫ്, അങ്ങനെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണെന്നാ. അൻസൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅ. പിതാവിന്റെ പരമ്പരയിലൂടെ ഹുസൈനിയും ഉമ്മയുടെ പരമ്പരയിലൂടെ ഹസനിയുമാണല്ലോ ജീലാനി തങ്ങളെ അങ്ങ്. അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. ഉമ്മയും പിതാവും രണ്ടുപേരും തങ്ങന്മാരാണ്. രണ്ടും ഫാത്തിമയുടെ ഓരോരോ മക്കളിലേക്ക് എത്തിച്ചേരുന്നത്. വാപ്പ ഹുസൈനിയാണ്, ഉമ്മ ഹസനിയാണ്. അങ്ങനെ അഹ്ലു ബൈത്തിലേക്ക് എത്തുന്ന മഹാനാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവറുകൾ, അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവറുകൾ. മഹത്തുക്കൾക്ക് ഈ ഒരു പാരമ്പര്യം പറയാൻ കഴിയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇൽമു പഠിച്ച ഒരു മഹദിയുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുരീദത്ത് അംറ ബിൻത് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ കൂടെ ഒരുപാട് കാലം മഹദി റളിയല്ലാഹു അൻഹ ഖിദ്മത്ത് ചെയ്ത് ഇൽമു പഠിച്ചു. ആയിഷ ബീവി ഉമ്മ എന്നാ വിളിക്കുക. യാ ഉമ്മാ, ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് ആയിഷ ബീവിയെ അഭിസംബോധന ചെയ്തിരുന്ന മഹദിയാണ് അംറ ബീവി റളിയല്ലാഹു അൻഹ. അംറ ബീവിക്ക് താബിഈങ്ങൾ കൊടുത്ത മഹത്വം വലുതാണ്. താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ച മഹദിയാണ്. താബിഈങ്ങളും താബിഈങ്ങളെയും കണ്ട മഹദിയാണ്. അവരൊക്കെ അംറ ബീവിക്ക് വലിയ സ്ഥാനം കൊടുത്തു. എന്തുകൊണ്ടെന്നറിയോ?
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖാദിമത്തായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ജീവിച്ചവരാണ്. അതുകൊണ്ട് മഹത്തുക്കളുടെ ഈ പാരമ്പര്യത്തിന് വലിയ ഒരു 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 സ്ഥാനമുണ്ട് ദീനിൽ. ഇമാം മാലിക് എന്നവർ, മാലിക് റളിയല്ലാഹു തആല അൻഹു, റബീഅത്തുർ റഅയ് എന്ന് പറയുന്ന മഹാനുണ്ട്, റബീഅത്ത് ഇബ്നു ഫറൂഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അവരുടെ ഗുരുനാഥനാണ്. മാലിക് എന്നവരുടെ ശിഷ്യനാണ് അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ. അല്ലാമ ഇബ്നു വഹബ് തങ്ങൾ മാലിക് തങ്ങളിൽ നിന്ന്, മാലിക് എന്നവര് മഹാനായ റബീഅത്തുർ റഅയ് തങ്ങളിൽ നിന്ന്, അങ്ങനെ ഒരു പാരമ്പര്യത്തിലൂടെ കടന്നു വരുന്നു. ഇമാം ഷാഫിഈ തങ്ങൾ, ഷാഫിഈ തങ്ങളെ നേരിട്ട് പഠിച്ച മഹാനാണ്, മഹാന്മാരായ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം ബുവൈസി റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇമാം മുസ്നി തങ്ങൾ, മഹാനായ ഇമാം റബീഉൽ മുറാദി റഹ്മത്തുള്ളാഹി തആല അലൈഹിം, ഇവരൊക്കെ ഇമാം ഷാഫിഈ തങ്ങളുടെ മുരീദന്മാരാണ്. ഷാഫിഈ ഇമാമിൽ നിന്ന് ആ ഒരു ഖുലുഖും അഖ്ലാഖുകളും ഇൽമുകളും പഠിച്ചെടുത്തവരാ. അബൂ ഹനീഫ തങ്ങളുടെ ഒരു കർബനായ ശിഷ്യനുണ്ട്, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്ന മഹാനായ പണ്ഡിതന്റെ ഗുരുനാഥനും ഷെയ്ഖും മുറബ്ബിയുമാണ് മഹാനായ അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ഹനഫി മദ്ഹബിന്റെ ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ യൂസുഫ് എന്നവരെ ഒരു ചെറിയ ഒരു എഴുത്ത് പാഠശാലയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ മഹാനായ അബൂ ഹനീഫ തങ്ങൾ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ഉസ്താദ് ചൊല്ലിക്കൊടുക്കുന്നതൊക്കെ വളരെ പെട്ടെന്ന് ഈ മോൻ പഠിക്കുന്നുണ്ട്. അപ്പോഴാ അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്, മോനെ നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാൻ ഇൽമ പഠിപ്പിച്ചു തരാം. അങ്ങനെ ഒപ്പം കൂടിയതാണ് അബൂ ഹനീഫ തങ്ങൾ. അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി തആല വലിയ വലിയ പണ്ഡിതനായി മാറി. സ്വാഹിബു അബി ഹനീഫ, സ്വാഹിബു അബി ഹനീഫ, അബൂ ഹനീഫ തങ്ങളുടെ സ്വാഹിബ് എന്നറിയപ്പെടുന്ന വിധം മഹാനവറുകൾക്ക് വലിയ മഹത്വം ഈ ഉമ്മത്ത് നൽകുകയാണ്. വാപ്പ ചീത്ത പറഞ്ഞു, വാപ്പയ്ക്ക് ദേഷ്യം വന്നു. കുട്ടി എതിർത്ത് പറഞ്ഞേക്ക വാപ്പാക്ക് ഇഷ്ടമല്ലായിരുന്നു. വാപ്പ ദേഷ്യപ്പെട്ടിട്ട് വന്നു പറഞ്ഞു, അബൂ ഹനീഫ തങ്ങളെ എന്റെ മോനെ നിങ്ങള് കേടുവരുത്തെന്ന് ചോദിച്ചു. കേടുവരുത്തേ എന്തെന്ന് ചോദിച്ചു. എന്റെ മകനെ ജോലിക്ക് പറഞ്ഞയച്ച് എന്തെങ്കിലും ദിർഹം കൊണ്ടുവരാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ഫാലി ഓതിരുന്നിട്ട് എന്ത് കിട്ടാനാ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, ഈ മോനെ ജോലിക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് കാശ് വേണല്ലേ, എത്ര കിട്ടുമെന്ന് ചോദിച്ചു. അതും അതിലേറെയും ഞാൻ തരാം എന്ന് പിടിച്ചോന്ന് പറഞ്ഞു. ഈ കുട്ടി ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഞാൻ തരാം. അബൂ ഹനീഫ തങ്ങൾ ടെക്സ്റ്റൈൽസ് നടത്തിയിരുന്ന കച്ചവടക്കാരൻ കൂടിയായിരുന്നു അബൂ ഹനീഫ തങ്ങൾ. അറിയോ, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ജന്മം കൊണ്ട് മാതൃഭാഷ അറബിയല്ല. നോക്കണം, ദീൻ നിലനിർത്തിയ അല്ലാഹു ദീനിനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബികളല്ലാത്ത പണ്ഡിതന്മാരെ കൊണ്ടാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അബൂ ഹനീഫ തങ്ങൾ അങ്ങനെയാണ്. മാലിക് ഇമാം എന്നവർ അറബിയാണ്, പക്ഷെ ഖുറശിയല്ല. ഇമാം ഷാഫിഈ തങ്ങളാണ് ഖുറശിയായ അറബി. അഹ്മദ് ബിൻ ഹംബൽ എന്നവരും അറബിയാണ്. ഇമാം ബുഖാരി തങ്ങൾ അറബിയാണോ? അല്ല, ഉസ്ബെക്കിസ്ഥാൻകാരനാണ്. ഇമാം മുസ്ലിം എന്നവർ ഇറാനിയാണ്. അറബിയാണോ? അല്ല. നസായി തങ്ങൾ ഇറാനിയാണ്, അജമിയാണ്. അബൂദാവൂദ് എന്നവർ ഖുറാസാനിയാണ്. മഹാനായ ഇമാം തുർമുദി തങ്ങൾ, ഞാൻ തുർമുദി ഇമാമിനെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. മഹാനവറുകൾ അഫ്ഗാനിന്റെ ബോർഡറിലാണ്. ഉസ്ബെക്കിസ്ഥാനിന്റെ തിർമിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു 10-14 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്യണം ഉസ്ബെക്കിസ്ഥാനിലെ അഫ്ഗാൻ ബോർഡറിലേക്ക്. സൈഹുൻ നദി ഒഴുകുന്ന സ്ഥലമാണത്. 2 മഹാന്മാരുണ്ട് അവിടെ. ആ മനോഹരമായ ഒരു കൊച്ചുനാടാണ്. മഹാനായ ഹക്കീമു തുർമിദി എന്ന് പറയുന്ന തസൗഫിന്റെ മഹാൻ അവിടെ ഉണ്ട്. അവിടെ തന്നെയാണ് സുനനിന്റെ സാഹിബായി ഇമാം തുർമിദി തങ്ങൾ, അബൂ ഈസ തുർമിദി തങ്ങളും. അവരൊന്നും അറബികളല്ല. സുബ്ഹാനല്ലാഹ്. ഗസാലി ഇമാം അറബിയാണോ? അല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി അറബിയല്ല. പക്ഷെ അവർക്ക് അറബി പഠിച്ചവരാ. അറബ് ഭാഷയിലെ ഹുജ്ജത്തുകളായി മാറിയിട്ടുണ്ട്. പക്ഷേ ജന്മം കൊണ്ടവരൊക്കെ അജ്മികളാണ്, അറബികളല്ല. നോക്കണം, സുഹാഹു സിത്തയുടെ ഇമാമിങ്ങളിൽ അറബിയായ ഇമാമിനെ കാണാൻ കഴിയില്ല. ബുഖാരി ഇമാം, മുസ്ലിം ഇമാം, അബൂദാവൂദ്, ഇബ്നു മാജ, ഇമാം നസായി, ഇമാം അബൂദാവൂദ്, ഇമാം തിർമിദി ഒക്കെ അനർബികളാണ്. അല്ലാഹു നോക്കണം, ദീനെ നിലനിർത്തിയത് വലിയൊരു ഭാഗം അറബി ഭാഷ, മാതൃഭാഷ സംസാരിക്കാത്ത ആളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അവരെ കൊണ്ടാണ് ദീൻ നിലനിൽക്കുന്നത്. അവരെ കൊണ്ടാണ് ഹദീസുകൾ നിലനിൽക്കുന്നത്. വലിയ വലിയ പണ്ഡിത ഇമാം ദഹബി അറബിയല്ല. ഇൽമുൽ ജർഹ് വത്തഅദീൽ അറബികളായ പണ്ഡിതന്മാരുണ്ട്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, ഇവരൊക്കെ അറബികളാണ്. ഇമാം ഷാഫിഈ തങ്ങൾ അറബിയാണ്. പക്ഷെ ബഹുഭൂരിഭാഗം വരുന്ന അയിമ്മത്തിന്റെ വലിയൊരു വിഭാഗം ഖുറാസാനികളാണ്. ഇമാം മഹ്ദി തങ്ങൾ വരുന്നതും ഖുറാസാനിൽ നിന്നായിരിക്കും എന്നാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുറാസാൻ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ഗ്രേറ്റർ ഇറാൻ, ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തുർക്ക്മെനിസ്ഥാനും താജിക്കിസ്ഥാനും ഉൾക്കൊള്ളുന്ന പ്രദേശം. അതാണ് പഴയകാലത്തെ ഇറാൻ, ഖുറാസാൻ എന്നറിയപ്പെടുന്ന സ്ഥലം. മാവറ അന്നഹർ എന്ന് പറഞ്ഞാൽ ജയ്ഹൂൻ നദിയുടെ മേലെ നിൽക്കുന്ന പഴയകാലത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗം, USSRന്റെ ഭാഗം. ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഈ ബുഖാരി ഇമാമിന്റെ നാട്ടിലായിരുന്നു. അവിടെ പോകാൻ അവസരം ഉണ്ടായി.
ഇമാം ബുഖാരി തങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇവിടുത്തെ മഖാമൊക്കെ വളരെ മനോഹരമായ മഖാമാണ്. ബുഖാരി ഇമാമിന്റെ മഖാം വളരെ മനോഹരമാണ്. അപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് അതിന്റെ പണി കഴിഞ്ഞ് 4-5 വർഷമായിട്ട് പണി തുടങ്ങിയിട്ട്. പണി തുടങ്ങുന്നതിന് മുമ്പ് പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോമ്പൗണ്ടിലേക്ക് ഇപ്പം സന്ദർശകർക്ക് പ്രവേശനമായിട്ടില്ല. ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അത് സായിരീങ്ങൾക്ക് തുറന്നു കൊടുക്കും എന്ന് വിചാരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ആലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹ്ബത്ത് കൊണ്ട് വലിയൊരു മഹത്വം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ അടുത്ത് അബ്ദുറഹ്മാൻ ഇബ്നു സാലിം അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഇമാം മാലിക് എന്നവരെ നേരിട്ട് കണ്ട് എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇമാമിനെ കാണണം എന്ന് പറഞ്ഞിരുന്ന മഹാനാണ് അബ്ദുറഹ്മാൻ അൽ അച്ഖി റഹ്മത്തുള്ളാഹി തആല അലൈഹി. മാലിക് ഇമാം പറയും, എന്നോട് സംസാരിക്കണോ? ദാ മദീനത്തെ പള്ളിയിൽ ദർസുണ്ട്, നീ ദർസിൽ വന്നിരുന്നു എന്ന് പറയും. എനിക്ക് അങ്ങയോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. വലിയ സ്നേഹമായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം അൽ അച്ഖി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മാലിക് എന്നവർ പറഞ്ഞു, ദർസ് കഴിഞ്ഞാൽ എല്ലാവരും എഴുന്നേറ്റ് പോയാൽ നീ എന്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ നിനക്ക് ഇൽമു പഠിപ്പിച്ചു തരാം. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ അൽ അച്ഖി തങ്ങൾ പറയാ, ഇമാം മാലിക് തങ്ങളുടെ കൂടെ ഞാൻ 20 കൊല്ലം ജീവിച്ചു. ആ 20 കൊല്ലത്തിലെ ഓരോ ദിവസവും ദർസിൽ പറഞ്ഞു കൊടുക്കാത്ത ഇൽമ എനിക്ക് പറഞ്ഞു തന്നു. ആരും കേട്ടിട്ടില്ലാത്ത ഇൽമ, മഹാനവറുകൾ ദർസിൽ പറയാത്ത പുതിയൊരു ഇൽമ എനിക്ക് തരാത്ത ദിവസം ഉണ്ടായിട്ടില്ല. 20 കൊല്ലം അവിടെ ദർസിൽ ഇരുന്നിട്ട് ആ ദർസിൽ പറയാത്ത വളരെ രഹസ്യമായ ഗാഠമായ മസ്അലകളും അറിവുകളും ഓരോ ദിവസവും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം മാലിക് എന്നവര്. ഇമാം മാലിക് എന്നവരുടെ അറിവിന്റെ ആ ഒരു ബാഹുല്യം എത്രയായിരിക്കും ആലോചിച്ച് നോക്കൂ. ആലിമുൽ മദീന, മദീനയിൽ താമസിച്ചു പോയ ഇമാമു ദാരിൽ ഹിജ്റ, മദീനക്കാണ് ദാറുൽ ഹിജ്റ എന്ന് പറയാ, ഇമാമു ദാരിൽ ഹിജ്റ എന്ന് പറയുന്ന പരിശുദ്ധമായ ഒരു സ്ഥാനം അലങ്കരിച്ച മാലിക്കി മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ മാലിക് ഇബ്നു അനസ് മദനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. 20 വർഷം ഒരു മഹാന്റെ കൂടെ ഇരുന്ന് പഠിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പഠിച്ച് ഒരുപാട് ഇൽമു നേടിയ മഹാന്മാരായ താബിഈങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാർ, മഹാനായ സുബൈർ ഇബ്നു അവ്വാം തങ്ങളുടെ ശിഷ്യന്മാർ, സയ്യിദ് ഇബ്നു ഹാരിസ് തങ്ങളുടെ ശിഷ്യന്മാർ, മുആദ് ഇബ്നു ജബൽ തങ്ങളുടെ അടുത്ത ശിഷ്യന്മാർ, ഇങ്ങനെ സ്വഹാബികളിലെ ആലിമീങ്ങൾ എന്നറിയപ്പെടുന്ന സ്വഹാബികളുണ്ട്. 21 പേരാണ് സ്വഹാബികളിലെ ആലിമീങ്ങൾ. അവർക്കൊക്കെ 100 കണക്കിന് ശിഷ്യന്മാർ സ്വഹാബികളിലുണ്ട്, താബിഈങ്ങളിലുമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഗുരുശിഷ്യ ബന്ധം എന്നത് ഈ ദീനിന്റെ വല്ലാത്ത ഒരു ഘടകമാണ്. സജ്ജനങ്ങളുടെ കൂടെ കൂടിയല്ല എന്താണ് മഹത്വം എന്നറിയോ? വിശുദ്ധ ഖുർആൻ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞപ്പോ അവർ 7 പേരായിരുന്നു. സാമിനുഹും കൽബുഹും, അവരിൽ 8ാമത് അവരുടെ നായയായിരുന്നു എന്ന് പറഞ്ഞു. 8ാമത് അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി. പക്ഷെ ഖുർആൻ പറഞ്ഞെന്താ? 8ാമത് നായയായിരുന്നു. ആ 7ന്റെ കൂടെ കൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തി വെച്ചു. കാരണം എന്താണെന്നറിയോ? ആ നായ സജ്ജനങ്ങളുടെ കൂടെ കൂടിയ ആളാണ്. അപ്പൊ നമ്മള് എൽമു കുറഞ്ഞ ആളുകളാണ്, നമ്മൾ തെറ്റുകൾ കൂടിയ ആളുകളാണ്, നമ്മൾ കുഴപ്പക്കാരാണ്, നമുക്കൊരുപാട് തെറ്റുകുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഉണ്ട്. പക്ഷെ നമ്മൾ ആരുടെ കൂടെയാണ്, ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്, ആരുടെ സുഹബത്താണ് നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത്, ആ ഉണ്ടാകുന്ന മഹത്വം അല്ലാഹു അവർക്കും നൽകുകയാണ്. ഈ 7 പേര് ഗുഹയിലേക്ക് ഇങ്ങനെ രക്ഷപ്പെട്ടു ഓടുമ്പോ നായ അവരുടെ പിന്നാലെ കൂടിയതാണ് ചരിത്രം. നായ പിന്നാലെ കൂടിയപ്പോ ഇമാം ഖുർത്തുബി തങ്ങൾ ആ വിഷയം വളരെ മനോഹരമായി, ഇമാം ഖുർത്തുബി തങ്ങളാണ് ഈ യാത്ര പോയ 7 പേരുടെ പേര് വിവരങ്ങളും നാടും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. തംലീഹ എന്ന് പറയുന്ന ഇതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മളിന്ന് ജോർഡാനിലൊക്കെ പോയ ആളുകൾ അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹ കണ്ടിട്ടുണ്ടാവും. പക്ഷെ കിതാബ് എടുത്ത് നോക്കിയാല് ആ സംഭവം നടക്കുന്നത് തർസൂസിലാണ്. തർസൂസ് എന്നതിനെയാണ് ഫഖ്റുദ്ദീൻ റാസി തങ്ങളടക്കം ഇമാം ഖുർത്തുബി അടക്കം അഫ്സോസ്, മദീനത്ത് അഫ്സോസ് എന്ന് തഫ്സീറുകളിൽ എഴുതി വെച്ചത്. ആ അഫ്സോസ് എന്ന് പറയുന്നത് തർസൂസ് എന്നറിയപ്പെടുന്ന തുർക്കിയിലെ ഒരു സ്ഥലമാണ്. ഇറാഖിന്റെ സിറിയയുടെ ബോർഡറിലേക്ക് വരുന്ന ഒരു സ്ഥലമാണ് തർസൂസ്. അവിടെ ഒരു ഗുഹയുണ്ട്. അങ്ങനെ പറയുമ്പോൾ വിശ്വാസമാവും അത് അവിടെയാണോ എന്നുള്ളത്. 2 ഭാഗം ഞാൻ 2 സ്ഥലത്തും പോയിട്ടുണ്ട്. കിതാബ് പറഞ്ഞതനുസരിച്ച് അത് തുർക്കിയിലായിരിക്കണം. തർസൂസും അഫ്സൂസും ആ ഒരു എഞ്ചലൂസ് പർവ്വതവും ഇതൊക്കെ കിടക്കുന്നത് തുർക്കിയിലാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്തംബൂളിൽ നിന്ന് അദാനയിലേക്ക് ഫ്ലൈറ്റിന് പോകണം. തർസൂസിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന് പോകണം. 1.5 മണിക്കൂർ 2 മണിക്കൂറിനകം നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും.
എന്നിട്ട് ടാക്സി വിളിച്ച് പോയാൽ മസ്ജിദു അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന നീണ്ട ഒരു ഒറ്റമിനാരമുള്ള ഒരു മസ്ജിദുണ്ട്. അങ്ങനെ തന്നെ ഒരു മസ്ജിദ് ജോർഡാനിലുമുണ്ട്. ജോർഡാനിൽ ആ ഗുഹ കണ്ടാൽ 7 ഖബർ അവിടെ ഉണ്ട്. ഖബറാളികളുടെ എല്ലുകൾ ഒരു ഗ്ലാസിന്റെ ഒരു ഫ്രെയിമിലാക്കി ആ ഖബറിൽ സൂക്ഷിച്ചു വെച്ചത് അവിടെ ചെന്നാൽ കാണാൻ പറ്റും. അങ്ങനെ ഗുഹാവാസികൾ താമസിച്ചു എന്നറിയപ്പെടുന്ന അതിലും വലിയൊരു ഗുഹ, നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് നടന്നു ചെല്ലാൻ കഴിയുന്ന വളരെ തണുപ്പുള്ള ഒരു ഗുഹയുണ്ട് തർസൂസ് പട്ടണത്തിൽ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇസ്ഹാഖ് ബദവിയുണ്ട്, അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും തുർക്കിയിൽ നിന്ന് അങ്ങനെ ഒറ്റയ്ക്ക് അത് കാണാൻ വേണ്ടി യാത്ര പോയിരുന്നു. അവിടെയാണ് ദാനിയാൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ളത്. ദാനിയാൽ നബിയുടേത് എന്ന് പറയുന്ന ഖബർ അലക്സാൻഡ്രിയയിലുണ്ട്, ഈജിപ്തിൽ.